സീറ്റ് വിട്ടു നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ചിഹ്നം നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുന്നണിക്ക് പ്രസക്തിയില്ല. സീറ്റ് ചർച്ചകൾ വൈകുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ബാധിച്ചേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചതിൽ 20% സീറ്റുകളിലാണ് വിജയിച്ചത്. കേരള കോൺഗ്രസും 20% സീറ്റുകളിൽ വിജയം നേടി. തൊടുപുഴയിൽ PJ ജോസഫ് മാറുമെന്ന് പാർട്ടിയിൽ ആരും പറഞ്ഞിട്ടില്ലെന്നും അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. അത് ഉണ്ടായതാണ്. പക്ഷേ അതിനകത്തുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സീറ്റുകളാകാമെന്നുള്ളത് മുന്നണിയുടെ പൊതു സംവിധാനത്തിൽ അത്രയെങ്കിലും സീറ്റുകളിൽ ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളത് അതൊരു മുന്നണിയുടെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്, അവരുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇത് ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് മുന്നണിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത ബാധിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സുസജ്ജമാണ്. ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പായിട്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഇന്ന് കാണാം. മണ്ഡലത്തെ MLA കഴിഞ്ഞ 10 വർഷത്തെ PJ ജോസഫ് ഈ മണ്ഡലത്തിലെ ഭരണത്തില്ലാതെ കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ വേണേൽ നിങ്ങൾക്ക് തരാം. അത് എന്താ പറയുന്നത്, ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. തൊടുപുഴയിലെ ജനങ്ങളാരും പറയത്തില്ല PJ ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഭരണത്തിൽ ഇരുന്നിട്ട് കൂടി ഭരണകക്ഷി ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാണ്ട് നിർത്തലാക്കി വെച്ച പോലെയുള്ള സാഹചര്യത്തിൽ പോലും തൊടുപുഴയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈയിടയ്ക്ക് മാതൃഭൂമിയാണോ നിങ്ങളുടെ ഇതൊരു സർവേയിൽ 72% MLA എന്ന രീതിയിൽ PJ ജോസഫിന് തൊടുപുഴയിലുള്ള അംഗീകാരം ആ ഒരു സർവേയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നൊരു ഇവിടെ എതിര് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് വെള്ളം പറയാമല്ലോ. പക്ഷേ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഇരു കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നതേ ഉള്ളൂ. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ മുന്നണിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായി വരും. എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യുന്നതാണല്ലോ ഒരു മുന്നണി സംവിധാനം. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി അല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു പോകുന്ന ഒരു മുന്നണിയാണ് ഒരു മുന്നണിയുടെ ഏറ്റവും ഒരു കെട്ടുറപ്പിന് ഏറ്റവും അനുയോജ്യം. പരസ്പരമുള്ള വിട്ടുവീഴ്ചയും പരസ്പരമുള്ള സഹകരണങ്ങളുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ തൊടുപുഴയിൽ UDF ജയിച്ചു. PJ ജോസഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് 24,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പീരുമേട് സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് സ്ഥാനാർത്ഥി 1,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ദേവികുളത്ത് ഏതാണ്ട് 7,000 ചില്ലാൻ വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉടുമ്പൻചോലയിൽ 38,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് 5,000 ചില്ലാൻ വോട്ട് പരാജയപ്പെട്ടു. അപ്പം ഇത് ഇടുക്കിയുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ 5 നിയോജക മണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ മുന്നണി ഒരു സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണനകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടല്ല ആരോഗ്യപരമായ ഒരു തീരുമാനങ്ങളുമായിട്ട് മുന്നണി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുക എന്നുള്ള ചോദ്യം വരേണ്ടത്. ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു ചിഹ്നം നോക്കിയാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ആ മുന്നണിക്ക് പ്രസക്തിയില്ലല്ലോ. മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ഈ മുന്നണിയിൽ പല ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്, പല ശക്തി കേന്ദ്രങ്ങളുണ്ട് പല പാർട്ടികൾക്കും. അങ്ങനെ ഒരു ആലോചന തന്നെ ശരിയല്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. വിജയ സാധ്യത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാനദണ്ഡമാണ്. അത് ഏത് പാർട്ടി ആയാലും ഏത് ചിഹ്നമായാലും വിജയ സാധ്യത എന്നുള്ളതായിരിക്കണം അടിസ്ഥാനപരമായ മാനദണ്ഡം.